യമഹയുടെ XSR 155 ഇന്ത്യയിലേക്ക് വരുമോ? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പല അപ്കമിംഗ് ബൈക്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. വണ്ടിൻ്റെ ഒരു ഇൻഫർമേഷനും വരാത്തതുകൊണ്ട് വണ്ടി വരാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറയാറ്. പല അപ്കമിംഗ് വീഡിയോസിലും ഞാൻ XSRന് ഉൾപ്പെടുത്താറില്ല. എന്നാൽ ഇപ്പോൾ യമഹയുടെ ഭാഗത്തുനിന്ന് ചെറിയ സൂചനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യമഹ ഒരു ടീസർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഒരു ടീസർ കോൾ ഓഫ് ദി ബ്ലൂ 40 എന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു ടീസറിൽ ഇന്ത്യയിലേക്ക് അധികം കാണിക്കാത്ത കുറച്ച് മോഡലുകൾ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ആ ഒരു ബൈക്കൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. യമഹ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ളൊരു ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് അവർക്ക് കിടിലം ബൈക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ അവർ നല്ല നല്ല ബൈക്കൊന്നും അധികം കൊണ്ടുവരാറില്ല. ഈ അടുത്ത് ലോഞ്ച് ചെയ്ത മോട്ടോർ സൈക്കിൾ MT-03 R3 ഒക്കെയാണ്. വേറെ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ MT-09, MTൻ്റെ ഏറ്റവും കുഞ്ഞ മോഡലായിട്ടുള്ള 125cc മോഡലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന XSR ഒക്കെ ഇന്ത്യക്ക് പുറത്ത് അവർ സെയിൽ നടത്തുന്നുണ്ട്. ആ ഒരു ടീസർ നോക്കുവാണെങ്കിൽ ടീസർ കാണിക്കുന്ന ഫസ്റ്റത്തെ മോഡൽ NMAX 155 ആണ്. നമ്മുടെ എയറോക്സ് പോലെ തന്നെ ഒരു മാക്സി സ്കൂട്ടറാണിത്. ഒരു 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ വരുന്ന ഒരു മാക്സി സ്കൂട്ടറാണ്. VVA ടെക്നോളജിക്കുള്ള ഒരു സ്കൂട്ടർ ആയിരിക്കും. ആ ഒരു സ്കൂട്ടർ ഭാരത് മൊബിലിറ്റി ഓട്ടോ എക്സ്പോയിൽ അവർ മുമ്പ് അൺവെയിൽ ചെയ്ത മോഡലാണ്. ആ ഒരു മോഡൽ ചിലപ്പോൾ 2025 ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബാക്കി ടീസറിൽ നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് മോഡൽ MT-09 YZF-ന്റെ R7 ആണ്. ആ രണ്ട് മോഡലും ഇന്ത്യയിലേക്ക് ഒരുപക്ഷെ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ യമഹയുടെ ഒരു ഹാർഡ്കോർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയിട്ടുള്ള ടെനർ 700 അവർ ആ ഒരു ടീസറിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബൈക്കിൽ ഒന്നാണ് ടെനർ 700. ഈ പറഞ്ഞ ബൈക്കൊക്കെ ടീസറിൽ ഉണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ XSRന്റെ ടീസറിൽ ഒരു തരത്തിലും യമഹ കാണിക്കാറില്ല. എന്നാൽ ഇപ്പം പുറത്തുവിട്ട ടീസറിൽ ആ ഒരു ബൈക്കിന്റെ ഒരുമിച്ച് തന്നെ XSRന്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബൈക്കിൻ്റെ ഒരു ലോഞ്ചിൻ്റെ സൂചനയും കൂടിയാണ് ഇപ്പോൾ വരുന്നത്. വണ്ടി ഉറപ്പായിട്ടും വരുന്നല്ല പറയുന്നത്, വണ്ടിയുടെ ഒരു സൂചനയും കാര്യങ്ങളൊക്കെ യമഹ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. യമഹ ഒരിക്കലും XSRന്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊന്നും യമഹയുടെ മോട്ടോർ ഇന്ത്യ ചാനലിൽ നിന്നും യൂട്യൂബ് ചാനലിൽ നിന്നും ഇടാറില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വണ്ടീൻ്റെ ഒരു ലോഞ്ചിൻ്റെ ചെറിയ സാധ്യതയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. XSRന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇതൊരു റെട്രോ മോട്ടോർ സൈക്കിളാണ്. ഒരു നിയോ റെട്രോ സ്റ്റൈലിൽ വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ഫ്രണ്ടിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള LED ലൈറ്റ്സ് ആണ്. സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ UST 4ഉം ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും. ബ്രേക്സിൻ്റെ ഭാഗത്തുനിന്ന് ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ടാവും. ഡുവൽ ചാനൽ ABS അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. V3യിലും V4യിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു XSRൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ബൈക്കിന് ഇത്രയും ഹൈപ്പ് കിട്ടാൻ കാരണം ഒന്ന് വണ്ടിൻ്റെ ലുക്കാണ്. ഒരു അടിപൊളി ലുക്കിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം വണ്ടിൻ്റെ എഞ്ചിനാണ്. നമ്മുടെ V3യിലോ അല്ലെങ്കിൽ V4യിലൊക്കെ കണ്ടിട്ടുള്ള 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 4 വാൽവ് VVA ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും. ആ ഒരു എഞ്ചിൻ്റെ പവറും എഞ്ചിൻ്റെ പെർഫോമൻസും വണ്ടീൻ്റെ ലുക്ക് വൈസും കാര്യങ്ങളൊക്കെയാണ്. അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേർ ഈ ഒരു ബൈക്കിന് വേണ്ടി കാത്തിരിക്കുന്നത്. വണ്ടീൻ്റെ ലോഞ്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. വണ്ടി ഒരുപക്ഷെ 2025 ലോഞ്ച് ചെയ്യാനുള്ളൊരു സാധ്യത മാത്രമാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ വണ്ടി ലോഞ്ച് ചെയ്താൽ എന്തായാലും സക്സസ് ആവും. കാരണം ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു ബൈക്കും കൂടിയാണ്. ഇനി ഈ ഒരു XSRന്റെ ബാക്കി എന്തെങ്കിലും ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും.